ഡിയർ ഡോക്ടേഴ്സ് നമസ്കാരം. നീറ്റ് PG 2026 രജിസ്ട്രേഷൻ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീയതികൾ എന്തൊക്കെയാണ്, എന്നാണ് റിസൾട്ട് വരിക, എപ്പോഴാണ് ഇതിൻ്റെ കറക്ഷൻ വിൻഡോ വരുന്നത്, പരീക്ഷ എന്നാണ്, അഡ്മിറ്റ് കാർഡ് എപ്പോൾ കിട്ടും, അതേപ്പറ്റിയൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ കുറഞ്ഞ മാർക്കാണെങ്കിൽ പോലും, ക്വാളിഫൈഡ് ആയിട്ടൊരു മാർക്കാണെങ്കിൽ പോലും ഏറ്റവും മികച്ച നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്പെഷ്യലൈസേഷൻ കിട്ടാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെപ്പറ്റിയും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ കോളേജിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ്സുകൾ ഈ നീറ്റ് PGയുമായി ബന്ധപ്പെട്ട് കിട്ടാനായിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ട് വാട്സപ്പിൻ്റെ, അതിനകത്ത് കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നീറ്റ് 2026 PGയുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ വരുന്ന 21 തീയതി വരെ നമുക്ക് അപേക്ഷിക്കാം. 21 11:55 സെർവർ ടൈമിലാണ്, ഇന്ത്യൻ ടൈമിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻസ് അവസാനിക്കുക. അത് കഴിഞ്ഞാൽ 25 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും അപ്ലിക്കേഷനിലെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു വിൻഡോ നമുക്ക് കിട്ടും. പിന്നെ 31 മുതൽ ഓഗസ്റ്റ് 10 വരെയുള്ള സമയത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോയിലോ സിഗ്നേച്ചറുകളിലോ ഒക്കെ പ്രശ്നമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ലൈവ് ഫോട്ടോ ഒക്കെ എടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ വന്നിട്ടുണ്ട്, പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ശരിയാക്കാനായിട്ട് ഈ സമയം വരെ ഉപയോഗിക്കാം. അതിനടുത്ത് തൊട്ടടുത്ത ദിവസം 11 തീയതി നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന 3 സിറ്റി ചോയ്സുകളുള്ളതെങ്കിൽ അതിൽ ഏതാണ് നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് 11 കൂടിയിട്ട് അറിയാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്രാവശ്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ധൃതി പിടിച്ച് അപ്ലിക്കേഷൻ തകരാറാക്കേണ്ട ആവശ്യമില്ല. കാരണം ഫസ്റ്റ് അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് അല്ല അതിൻ്റെ ആ സിറ്റി കിട്ടുന്നത്. മിക്കവാറും അതൊരു ഓൺലൈൻ ഡേയ്സ് ആയിരിക്കും, എന്ന് വെച്ചാൽ അവർ തന്നെ അലോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് ആരും ധൃതി പിടിച്ച് തെറ്റായിട്ട് ചെയ്ത് നിങ്ങളുടെ അവസരം അല്ലെങ്കിൽ ആ ഒരു വിൻഡോ പ്രശ്നമാക്കണ്ട എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്ലിക്കേഷൻ എറർ വരുത്താതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 27 ഓഗസ്റ്റിന് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടി തുടങ്ങും. ഓക്കെ, പിന്നെ നമുക്കറിയാം പരീക്ഷ ഓഗസ്റ്റ് 30-നാണ്. അപ്പം സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ട് അവസാന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അഡ്മിറ്റ് കാർഡിൽ സ്പെസിഫിക്കലി എവിടെയാണ് നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം എന്നതൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഒരു മാസത്തിന് ശേഷം സെപ്റ്റംബർ 30 ആകുമ്പോഴത്തേക്കും നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. പിന്നീട് ഒരു മാസം കൊണ്ട് ഈ വർഷത്തെ കൗൺസിലിംഗ് 2026-27 കൗൺസിലിംഗ് ആയിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രോപ്പർലി നിങ്ങൾ ഈ ഒരു സീറ്റ് ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിസർവേഷൻസ് തീർച്ചയായിട്ടും കൃത്യമായിട്ട് അതിനകത്ത് കൊടുക്കുക. ഓക്കെ, ഇനി മറ്റ് നിങ്ങളുടെ അനുകൂല ഘടകങ്ങളായിട്ടുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ കൊടുക്കുക. NRIയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. കൗൺസിലിംഗ് സമയത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇനി മാർക്ക് കുറഞ്ഞാൽ പോലും നമുക്ക് കേരളം പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ വളരെ ഉയർന്ന കട്ട് ഓഫാണ്. മറ്റു പല സ്ഥലങ്ങളിലും കുറഞ്ഞ ഫീസിൽ ബെറ്റർ സ്പെഷ്യലൈസേഷൻസ് കിട്ടാനുള്ള അവസരമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത്തരത്തിൽ നമ്മൾ ഡോക്ടേഴ്സിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം കേരളവുമായി ബന്ധപ്പെട്ട 10,000 റാങ്ക് കുറഞ്ഞാൽ പോലും അതിന് അതേ സ്പെഷ്യലൈസേഷൻസ് മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട് ചെറിയ ഫീസ് വ്യത്യാസത്തിൽ 10 ലാഖിൻ്റെ ഒക്കെ വ്യത്യാസത്തിൽ ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അത് പ്രോപ്പറായിട്ട് ഗൈഡൻസ് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്പെഷ്യലൈസേഷൻസ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും അതിന് കോളേജിൽ നിങ്ങളെ സഹായിക്കും. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ അപ്ഡേറ്റ്സിൽ യഥാസമയം ലഭിക്കാൻ വാട്സപ്പിൻ്റെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സ്യൂട്ട് ബെസ്റ്റ് വിഷസ്.